ദൈവത്തിന് സ്വന്തം ഒരു വെള്ളിയാഴ്ച പാലക്കാട് ദിവസം കടന്നു വരുന്ന ദിവസം ആഴ്ചയിലോ കടന്നു വന്ന എല്ലാവരോടും യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ മനസ്സിലെ സ്നേഹം അറിയിക്കുന്നു. ഇന്ന് നിങ്ങളുടെ മധ്യേ ഞാൻ അയക്കുമ്പോൾ എനിക്ക് ലഭിച്ചത് 33-ാം സങ്കീർത്തനമാണ്. നമ്മൾ ഈ സങ്കീർത്തനത്തെ കുറിച്ച് ധ്യാനിച്ചതിന് ശേഷം അവസാനത്തിൽ നമ്മളെല്ലാവരും എഴുന്നേറ്റുന്ന് ഈ സങ്കീർത്തനം വാക്യപതി വാക്യമായി വായിക്കാം. 33-ാം സങ്കീർത്തനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സങ്കീർത്തനത്തെ ആര് എഴുതി എന്ന് അവിടെ തലക്കെട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആ എഴുതിയ എഴുത്തുകാരൻ്റെ പേര് അവിടെ ഇല്ലെങ്കിലും പൊതുവേ ഉള്ളൊരു ധാരണ എന്ന് പറയുന്നത് ഇത് ദാവീദിൻ്റെ സങ്കീർത്തനമാണെന്നാണ്. അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു പൊതുവായ തത്വമുണ്ട്. ആ ഒരു സങ്കീർത്തനത്തിൽ പേരില്ലെങ്കിൽ അതിൻ്റെ മുന്നത്തെ ആള് എഴുതിയത് ആരാണോ ആളെ ആയിരിക്കും കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് പറയപ്പെടുന്നു. കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ 32-ാം സങ്കീർത്തനം എഴുതിയ ദാവീദാണ്. മാത്രമല്ല അതിൻ്റെ അവസാനത്തിലെ ചില അവസാനത്തെ വാക്യത്തോട് അതിൻ്റെ ഒരു ഏകദേശ ഒരു ആവർത്തനമാണ് 33-ന്റെ പ്രാരംഭ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല സങ്കീർത്തനക്കാരനായ ദാവീദിന്റെ കിന്നരത്തെയും ഈ സങ്കീർത്തനത്തെ പരാമർശിച്ചുകൊണ്ട് ഈ സങ്കീർത്തനം ദാവീദിന്റെ ആയിരിക്കാമെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. കൂടാതെ ഈ സങ്കീർത്തനത്തെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സങ്കീർത്തനം സ്തുതിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന സങ്കീർത്തനമാണ്. മാത്രമല്ല ഈ സങ്കീർത്തനത്തിന്റെ ഒരു സംക്ഷിപ്തം എന്ന് പറയുകയാണെങ്കിൽ ഒരു ഒറ്റ വാക്യത്തിൽ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ നമുക്ക് പറയാം: മനുഷ്യ ശക്തിയെയും മനുഷ്യന്റെ ആശ്രയത്തെയും ദൈവത്തിന്റെ പരമാധികാരവും ശക്തിയും ഈ സങ്കീർത്തനം താരതമ്യം ചെയ്യുക. അതായത് മനുഷ്യന്റെ ശക്തിയും ദൈവത്തിന്റെ ശക്തിയും തമ്മിൽ താരതമ്യം ചെയ്ത് കാണിക്കുക. ഒരു കാരണവശാലും മനുഷ്യന്റെ ദൈവത്തെ ശക്തിയൊന്നും താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല, അല്ലേ? നമ്മൾ മനുഷ്യർ പരിമിതിയുള്ളവരാണ്, അല്ലേ? അപ്പോൾ എന്നിരുന്നാലും മനുഷ്യൻ പലപ്പോഴും മനുഷ്യന്റെ ആശ്രയം ദൈവത്തിൽ നിന്ന് വിട്ട് മനുഷ്യന്റെ ശക്തിയിലേക്ക് കടന്നു പോകുമ്പോൾ സങ്കീർത്തനക്കാരൻ നമുക്ക് വരച്ച് കാണിച്ചു തരികയാണ് ഇതിന്റെ താരതമ്യത്തിൽ കൂടെ നമ്മുടെ ആശ്രയം എവിടെയായിരിക്കണം എന്നുള്ളത് വീണ്ടും നമ്മളെ ഉറപ്പിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ സങ്കീർത്തന ചിന്തയ്ക്ക് നമുക്ക് പ്രാരംഭം 1, 2, 3 വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. ആമേൻ. നമുക്ക് വളരെ പരിചയമായ ഭാഗമാണ്. പലപ്പോഴും പലവർത്തി നമ്മൾ പലരും സംസാരിച്ചുള്ള ഭാഗം തന്നെയാണ്. നമുക്കിതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഞാൻ നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നു. തുടക്കത്തിൽ നമ്മളിങ്ങനെ കണ്ടു, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ. നമുക്കറിയാം തിരുവചനം പറയുന്നേ നീതിമാന്മാര് ആരുമില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിലുള്ളവര് അവരെന്താ? അവർ വിശുദ്ധരാ, അല്ലെങ്കിൽ അവർ നീതിമാന്മാരാ. കാരണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ നീതിമാന്മാരായതല്ല. ദൈവം നമ്മെ നീതീകരിച്ചുകൊണ്ട്, ദൈവം നമ്മെ വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മൾ ആരായതാ? നാം വിശുദ്ധന്മാരായതുകൊണ്ടാണ്, നാം വിശുദ്ധന്മാരായതിനാലാണ്. അപ്പോൾ ഇവിടെ പറയാം, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ. ഈ ഘോഷിച്ചുല്ലസിപ്പിൻ എന്ന് പറഞ്ഞ ആ പദത്തിന്റെ അർത്ഥം, അല്ലെങ്കിൽ അതിന് നമുക്ക് വിവരിക്കാം, ആർപ്പ് വിളിച്ച് സന്തോഷിക്കാന്നൊക്കെ, അല്ലെ? ഘോഷിച്ചുല്ലസിപ്പിൻ, അല്ലെ? ഷൗട്ട് ആൻഡ് റിജോയ്സ്, അല്ലെങ്കിൽ പ്രൈസ് ആൻഡ് റിജോയ്സിങ് എന്നൊക്കെയാണ് അതിന് പറയുന്നത്, അല്ലെ? ഘോഷിച്ച് ഉല്ലസിക്കുക. അപ്പൊ എവിടെ നമ്മൾ ഘോഷിച്ച് ഉല്ലസിക്കണം? യഹോവയിൽ ഘോഷിച്ച് ഉല്ലസിക്കണം, അല്ലെ? നമ്മൾ കണ്ടിട്ടില്ല എന്താ? ഒരു അല്പസമയം ദേവദാസം പറയും, നമുക്കിനി അല്പസമയം സ്തോത്രത്തിൽ ജാഗരിക്കാന്ന് പറയും. അങ്ങനെ പറയാൻ നേരത്തെ എല്ലാവരും യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി, അങ്ങനെ കുറച്ച് നേരം പറയും, അല്ലെ? അത് ഘോഷിച്ചുല്ലസിക്കുന്നതിന് തുല്യമാണോ? എന്നിട്ട് പറയും പോരാ, ഇത്രയും പോരാ, ഒന്നും കൂടി നിങ്ങൾക്ക് ഉഷാറില്ല, ഒന്നും കൂടി പോരാ, അല്ലെ? അപ്പൊ നമ്മൾ ഈ പോരാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് എവിടെ എത്തില്ല? ഘോഷിച്ച് ഉല്ലസിക്കുക എന്ന ഭാഗത്തോട്, അല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തോട് അവിടെ എത്താൻ കഴിയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷെ നമ്മുടെ ചിന്തയിൽ ഈ ഘോഷിച്ചുല്ലസിക്കുക എന്ന് പറഞ്ഞ പദം അതിനോട് തുല്യമാവുന്ന ഇട ഏതൊക്കെയാന്ന് പറയാൻ പറ്റുമോ? നമ്മൾ കണ്ടിട്ടുള്ളത് എവിടെയാ? ഉത്സവപ്പറമ്പിലുണ്ട്. പിന്നെ എവിടെ കണ്ടിരിക്കണേ? 6 അടിച്ച് ചെയ്യുമ്പോ, ഫുട്ബോൾ കളിക്കുമ്പോ. അപ്പോ ഈ സ്ഥലത്തേക്ക് നമ്മൾ എന്ത് കണ്ടിരിക്കുന്നേ? ഈ ഘോഷിച്ചുല്ലസിക്കാന്ന് കണ്ടിരിക്കുന്നല്ലേ? അവരെ അതിൽ തന്നെ മനസ്സിലാക്കാം, അവരെ ഉള്ളിൽ എന്താ? ഇത് തന്നെയാണ്, അല്ലേ? വേറെ അവളെ കണ്ടാലും എന്ത് പറയും? അന്നാളെ 6 അടിച്ചുട്ടോ, അന്നാളെ ഗോൾ അടിച്ചുട്ടോ, അവിടെ ഇന്ന സംഭവം ഉണ്ട് കേട്ടോ. ഇത് മാത്രമേ അവർക്ക് പറയാനുള്ളൂ. അവരതിനകത്ത് ഭയങ്കര സന്തോഷിക്കുകയാണ്, ഹൃദയം നിറഞ്ഞിരിക്കുകയാണ്.
ഇനി ഇത് നമ്മൾ എവിടെ കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വർഷങ്ങൾ പുറകിലേക്ക് പോവുകയാണെങ്കിൽ ആദിമ സഭ എന്ന് പറയുന്ന സഭയില്ലേ, ചിലപ്പോൾ നമ്മൾ പലരും അത് അനുഭവിച്ച് കാണും. അവിടെ നമുക്ക് ചെല്ലുമ്പോൾ അവിടെ പലപ്പോഴും നാട്ടുകാരൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ സൗണ്ട് കൂടുതലാണ്, ഇവർ സൗണ്ട് കുറയ്ക്കണം, ഇവർ ഭയങ്കര ബഹളം, അവിടെ ഇവർക്ക് മെല്ലെ ബാധിച്ച ദൈവം കേൾക്കില്ലേ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണെന്നറിയോ, എൻ്റെ ഓർമ്മയിലേക്ക് പറയുവാണെങ്കിൽ ഒത്തിരി പേര് പല പ്രശ്നങ്ങൾ വരുന്നവരാ. ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും, കടഭാരമുണ്ട്, രോഗമുണ്ട്, നിരാശയുണ്ട്, കഷ്ടതയുണ്ട്. പക്ഷെ അവരെല്ലാവരും ഒരുമിച്ച് ദൈവസ്ഥാനിൽ കടന്നു വരുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് ചില ശബ്ദം ഉയരുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ, അവർ അനുഭവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അല്ലെങ്കിൽ അതിൽ നമുക്ക് എന്ത് കാണാൻ കഴിയും, ആ ഘോഷിച്ച് ഉല്ലസിക്കുന്നതിന് തുല്യമായി നമുക്കവിടെ കാണാൻ കഴിയും. ഇവിടെ പറഞ്ഞിരിക്കുക, നീതിമാന്മാരെ യഹോവയിൽ എന്ത് ചെയ്യണം, ഘോഷിച്ച് ഉല്ലസിക്കുവാനായി തീരണം. ദാവീദിനോട് ചോദിക്കുകയാണെങ്കിൽ ദാവീദ് പറയാ, ദാവീദ് ഇങ്ങനെ പെട്ടകം ഇരിക്കണപ്പോൾ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണം, ആ ഒരു കൂടാരം എനിക്ക് വേണ്ടി പണിയണം. ഇത് കഴിഞ്ഞപ്പോൾ ദൈവം ദാവീദിനെ വിളിച്ച് പറയുക, കുറച്ച് അനുഗ്രഹങ്ങൾ കൊടുക്കുക, നിന്റെ ചെങ്കോൽ എന്ത് ചെയ്യത്തില്ല, നിന്റെ കുടുംബത്തിന് മാറത്തില്ല. ഇത് കേട്ടപ്പോൾ ദാവീദ് എന്ത് സംഭവിച്ചെന്ന് അറിയോ, പറയാ, ദൈവമേ ഇത് ഈ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഇത് അനുഭവിക്കാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ, ഞാൻ ആരാണ്? കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടുകാർക്ക് പോലും വേണ്ടായിരുന്നു ദാവീദിനല്ലേ. നിങ്ങൾ നോക്കിയേ, വീട്ടുകാരെന്ത് ചെയ്തു, ഇവനെ ആട് മേയ്ക്കാൻ വിട്ടു. ഇനി ഒരു സെലക്ഷൻ, രാജാവിന്റെ സെലക്ഷന് വേണ്ടി അഭിഷേകം ചെയ്യാൻ പ്രവാചകൻ വരുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും ദാവീദിനെ വിളിപ്പിച്ചില്ല. വീട്ടുകാർ പോലും അവന് വില കൊടുത്തിട്ടില്ല. പക്ഷേ ആ ദാവീദ് പറയാ, ദൈവം എന്നെ, വീട്ടുകാർ പോലും വില കൊടുക്കാത്ത സാധനം ദൈവം എന്നെ കരുതിയപ്പോ, അല്ലെങ്കിൽ ദൈവം ഇത്രത്തോളം എന്നെ അനുഗ്രഹിച്ചപ്പോ ദാവീദിനോട് പറയാനുള്ള കാര്യം എന്നറിയോ, ആ ഒരു നന്മ. ഇതാണ് ഈ ഘോഷിച്ച് ഉല്ലസിക്കാന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ ഉള്ളിനകത്ത് എന്ത് ചെയ്യണം, ഈ സ്തുതി നിറയുവാൻ ഇടയായിത്തീരണം. ഇനി മാത്രമല്ല, നമ്മൾ നീതിമാന്മാരായിരുന്നോ? നമ്മളല്ലായിരുന്നോ? നമുക്ക് പറയാനുള്ള ചില പാപങ്ങളും കടങ്ങളും കുറവശങ്ങളും കുറച്ച് കുറ്റമറച്ചിലും അസൂയയും ഇത് മാത്രമേ ഉള്ളൂല്ലേ. നമ്മെ ദൈവം എന്ത് ചെയ്തു, വിശുദ്ധനായി. നമുക്ക് ഒരാളെ പ്രഖ്യാപിക്കാൻ പറ്റുമോ, ഒരാളെ വിശുദ്ധനായിട്ട്? നമുക്ക് മനുഷ്യർക്കാർക്ക് ഒരാളെ വിശുദ്ധനായി പ്രഖ്യാപിക്കാൻ വരും. ഇപ്പം പറച്ചല് പറയാൻ പറ്റുമായിരിക്കും, യഥാർത്ഥമായിട്ട് ഒരാളെ എന്ത് ചെയ്യാൻ പറ്റില്ല, വിശുദ്ധനായി പ്രഖ്യാപിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഏഴയായ, ഈ എന്താ പറയുക, നിസ്സാരനായ, അല്ലെങ്കിൽ നമുക്ക് ഒരു യോഗ്യമില്ലാത്ത നമ്മളെ വിശുദ്ധീകരിച്ചത് ഓർക്കുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ആ യഹോവയെ ഘോഷിച്ചുല്ലസിക്കാൻ കഴിയണം. യഥാർത്ഥമായ ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വന്ന, അല്ലെങ്കിൽ അതിൻ്റെ ആഴം, ഒരു യോഗ്യമില്ലാത്ത നമ്മൾ നിന്നാപാത്രമായി തീരേണ്ട നമ്മെ വിശുദ്ധീകരിച്ചത് ഓർക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ദൈവത്തെ സ്തുതിക്കുവാൻ, യഥാർത്ഥമായി സ്തുതിക്കുവാൻ നമുക്ക് കഴിയുമെന്നുള്ള. രണ്ടാം വാക്യത്തിൽ പറയാ, കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, 10 കമ്പികൾ വീണുകൊണ്ട് അവൻ സ്തുതി പാടുവിൻ. ഈ വാക്യം നമ്മൾ മനസ്സിലാക്കുന്ന ആ കാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നു, അനവധി വാദ്യ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു കാണാൻ കഴിയും. സങ്കീർത്തനം 150 സങ്കീർത്തനം കൂടി നമ്മൾ ചേർത്ത് വായിക്കുകയാണെങ്കിൽ അവിടെയും ഒരു 7ഓളം വാദ്യോപകരണം നമുക്ക് കാണാൻ കഴിയും. കൈത്താളങ്ങൾ നമ്മൾ കാണാൻ കഴിയും, അതുകൂടാതെ തന്നെ. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കിന്നരം നമുക്ക് വളരെ പരിചിതമാണ്, ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്നത്. അതൊരു യു പോലെ ആകൃതിയിലുള്ള ഒരു ഉപകരണമാണ്, നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ കഴിയും. ഇനി 10 കമ്പികളുടെ വീണ. അപ്പോൾ ഈ ആദിമ സഭയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ആദ്യം ഈ വാദ്യോപകരണം അടുപ്പിക്കില്ലായിരുന്നു. പിന്നെ ഇവിടെ നോക്കിയപ്പോൾ വീണ എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ കിന്നരം യു ആണെങ്കിൽ ഈ 10 കമ്പികൾ എന്ന് പറയുന്നത് ഒരു വി പോലെ ഷേപ്പാണ്. നമ്മുടെ മലയാളക്കരയിൽ അതിന് തുല്യമായിട്ടൊരു ഉപകരണം ഇല്ല. അപ്പൊ അവര് കണ്ടത് എന്താണെന്നറിയോ, പരിഭാഷകാർ കണ്ടത് വീണയെ കണ്ടേ, അപ്പൊ ഒരു വീണാന്ന് എഴുതി. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും എന്ത് ചെയ്യില്ല, നമ്മളകത്ത് കയറ്റത്തില്ല. അപ്പോൾ ഇതിൽ ഞാൻ ഒരു വ്യാഖ്യാനം കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 കമ്പികളെ വീണയെ 10 വിരലാക്കി മാറ്റി. അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം, 10 വിരലുകൾ അടിച്ച് ആരാധിക്കണം. പക്ഷെ 150 സംഗീതത്തിലേക്ക് വരുമ്പോൾ അവിടുന്ന് പോയി. കാരണം അവിടെയും കുറെ ഇത് കൂടാതെ കുറെ ഉപകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നതിന് എന്ത് ചെയ്തു, ഇതുപോലെ ഉപകരണങ്ങൾ പലതും നമുക്ക് കാണാൻ കഴിയും. പക്ഷെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഈ ഉപകരണങ്ങൾ ഇതിനെ നമ്മുടെ കൂട്ടായ്മയെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നു. അത് മാത്രം നമ്മൾ എന്ത് ചെയ്യണ്ടേ, പരിഹരിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇവിടെ കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. ഈ സ്തുതി സ്തോത്രം എന്ന് പറഞ്ഞാൽ ഇതൊരു മലയാള പദമാണ് അല്ലേ. പക്ഷെ പലപ്പോഴും ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ സ്തുതികളിൽ മേൽ വസിക്കുന്നവനെ എന്ന് പറഞ്ഞ് പാട്ടൊക്കെ നമ്മൾ പാടാറുണ്ട്. അപ്പൊ ജനത്തിന് ചിന്ത എന്നറിയോ, ഈ 100 സ്തുതി പറയാ, 100 സ്തോത്രം പറഞ്ഞ ദൈവത്തിന് സന്തോഷമായി എന്നുള്ള അല്ലേ അല്ലേ. ഈ അതുകൊണ്ട് സങ്കീർത്തന മറ്റേ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥനയെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ജാതികളെ പോലെ എന്ത് ചെയ്യരുത്, ജൽപ്പനം ചെയ്യരുത് എന്ന് അവർ പറയണേ. ഇവര്
അധിക ഭാഷണത്താൽ എന്ത് ചെയ്യുന്നേ ഉത്തരം കിട്ടുമല്ലോ എന്ന് അവരെ ചിന്ത. അപ്പോ ഈ രീതിയിലേക്ക് ഇത് മാറുവാനായി തീർന്നു. കഴിഞ്ഞ ദിവസം ഒരു പൊതു പരിപാടിയിൽ ഒരു പാസ്റ്റർ പ്രസംഗിക്കുക, പൊതു ബൈബിൾ കൺവെൻഷൻ അല്ലേ, സുവിശേഷ പ്രസംഗം അല്ല, പൊതുവില് ഫാസ്റ്റ് അനിൽക്കോടത്തോടാണ് പ്രസംഗിക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾ പിന്മാറത്തില്ല അങ്ങനെ എന്തൊരു ആവേശപരമായ ഒരു വാക്ക് പറഞ്ഞപ്പോ കൂട്ടം നേരം പറയാം ഹല്ലേലൂയാന്ന്. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. സ്തോത്രം പറയാ, സ്തുതി പറയാന്ന് പറഞ്ഞാൽ ഈ രണ്ട് വാക്കുകളെ നമ്മൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ഇതിന് പരിഹാരമായി, അല്ലെങ്കിൽ കുറച്ച് വാക്കുകളെ നമ്മൾ ആവർത്തിച്ചുകൊണ്ട് ഏറ്റു പറഞ്ഞതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതിന് തുല്യമായെന്ന് നമ്മുടെ ചിന്ത. പക്ഷെ ഇവിടെ നോക്കി, വീണ കൊണ്ട് അവനെ സ്തുതിക്കിൻ, കിന്നരം കൊണ്ട് അവനെ സ്തുതിക്കിൻ, അവൻ സ്തോത്രം പാടുവെന്നൊക്കെ പറയുമ്പോൾ ഈ കിന്നരത്തിലെ സ്തോത്രം സ്തോത്രം സ്തുതി സ്തുതി എന്ന് പറയല്ലോ അല്ലേ, ആ ദൈവത്തെ സ്തുതിക്കുക, അവനെ വർണ്ണിക്കുന്ന കുറെ കാര്യങ്ങളാ. അത് ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. സങ്കീർത്തനക്കാരനായ ദാവീദിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ തന്റെ ആലയത്തിലേക്ക് 4000 പേരെ അല്ലേ എന്ത് ചെയ്യാൻ സ്തോത്രത്തിന് വേണ്ടി നിയമിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം ചെയ്യാൻ വേണ്ടി നിയമിക്കുന്നത് കാണാൻ കഴിയും. വലിയൊരു സംഘത്തെ തന്നെ നിയമിക്കുന്നത് കാണാൻ കഴിയും. ഇവിടെ നോക്കിയാൽ 3-ാം വാക്യത്തിൽ പറയുക, അവന് പുതിയ പാട്ട് പാടുവരും. പുതിയ പാട്ട് പാടുക എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയും ചർച്ചിലേക്ക് വന്നിട്ട് ഒരു പുതിയ പാട്ട്, ആർക്കും അറിയാത്തൊരു പാട്ട് കണ്ടുപിടിച്ച് വന്ന് ഇവിടെ പാടണം എന്നുള്ളതാണോ? അല്ല, നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ ആഴ്ചകളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഒരു പുതിയ പാട്ട് അല്ലേ, അതിന് മുന്നേ ചെയ്യാത്തൊരു കാര്യമാണ് കഴിഞ്ഞ ആഴ്ച ദൈവം നമുക്ക് ചെയ്തത്. ഓരോ ദിവസവും അല്ലേ, ഓരോ നിമിഷവും നമുക്ക് പറയാനുള്ള എന്താ, പുതിയ പുതിയ പാട്ടുകളാ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുന്ന പാടുവാനായി തീരണം. മാത്രമല്ല ഘോഷസ്വരത്തോടെ നന്നായി നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യണം, നന്നായി ചെയ്യുവാനായി തീരണം. നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും നന്നായി നമുക്ക് ചെയ്യുവാണെങ്കിൽ ഒരു വാക്യം കൊലോസ്യ എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം വായിച്ചത്. ആത്മിക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടുകയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം മനുഷ്യരുമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളെ നിർത്തിക്കട്ടെ. ആമേൻ. ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കേണ്ടത് എങ്ങനെയാണ്, സ്തോത്രം ചെയ്യണമെന്ന് ഈ വാക്യത്തിൽ കാണാൻ കഴിയും. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിക്കണം, ബുദ്ധി ഉപദേശിക്കണം, നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടി ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായ സകല ജ്ഞാനത്തോടുകൂടി നിങ്ങളിൽ വസിക്കട്ടെ. അപ്പോൾ ഇത് നമ്മൾ ഈ കുറച്ച് 1-2 വാക്കുകൾ ആവർത്തിക്കുന്നതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. യഥാർത്ഥമായി നമ്മുടെ ഉള്ളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത നന്മകളെ നമ്മൾ ഘോഷിക്കുവാനായിട്ടാണ്, ദൈവത്തെ സ്തുതിക്കുവാനായിട്ടാണ്. ദൈവത്തിന് എന്ത് ചെയ്യണം, സ്തോത്രം എന്ന് പറഞ്ഞാൽ ദൈവത്തെ പുകഴ്ത്തുന്നവരായി മാറണം. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ നിന്ന് യഥാർത്ഥമായി വരുവാൻ നമ്മുടെ ഇടയായിത്തീരണം. അപ്പോൾ സങ്കീർത്തനം പറഞ്ഞ ആദ്യ 3 വാക്യങ്ങൾക്കുള്ളിൽ എന്താ കാണാൻ കഴിയുന്ന അറിയൂ, ദൈവത്തെ സ്തുതിക്കുക എന്നുള്ള ആഹ്വാനമാണ്. ഇനി ദൈവത്തെ സ്തുതിക്കുക എന്നോട് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇത് എല്ലാവരോടും സ്തുതിക്കുക അവിടെ പറയുന്നില്ല. എന്താ പറയുന്നേ, നിങ്ങൾ സ്തുതിക്കുക, എല്ലാവരും സ്തുതിക്കായിരിക്കും അല്ലേ, പക്ഷെ ഇവിടെ പറയാ സ്തുതിക്കുന്നത് ആർക്ക് ഉചിതമെന്ന് പറഞ്ഞിരിക്കണേ, നേരിലുള്ളവർക്ക് ഉചിതം. നമ്മുടെ ഉള്ളില് നമ്മളെ നീതീകരിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ, നമ്മളെ വിശുദ്ധനാക്കി മാറ്റി എന്നുള്ളത് നമ്മൾ യഥാർത്ഥമായി അനുഭവിക്കുന്നെങ്കിൽ, നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒരു പദം കൂടി അവിടെ ചേർത്ത് വെക്കുക, സ്തുതിക്കുന്നത് ആർക്കും ഉചിതം, നേരിട്ടുള്ളവർക്ക് ഉചിതം. നമുക്ക് വാക്കുകൾ കൊണ്ടൊക്കെ നമുക്ക് എന്തും ചെയ്യാൻ കഴിയായിരിക്കും, മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയായിരിക്കും. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമ്മൾ നടത്തിയതോർത്ത് ദൈവത്തെ നമ്മൾ യഥാർത്ഥമായി നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയർന്നുവെങ്കിൽ അതിനെ പറയാം, നേരിലുള്ളവർക്ക് എന്താ ഇത് ബ്യൂട്ടിഫുൾ ആണ്, അല്ലെങ്കിൽ നേരിലുള്ളവർക്കാണ് ഈ സ്തുതി എന്താ ഉചിതമായി തീരാന്ന് അവസാനം പറയാം. 3 വാക്യങ്ങളിൽ ദൈവത്തെ സ്തുതിക്കേണ്ട ആവശ്യകതയെ കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത ചില ഭാഗങ്ങൾ നമ്മൾ നോക്കുവാണെങ്കിൽ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ കാണാൻ കഴിയുന്നത് സ്തുതിക്കുവാനുള്ള 7 കാരണങ്ങളാണ്. അപ്പൊ നമ്മൾ സ്തുതിക്കുവാൻ നമ്മൾ ആഹ്വാനം ചെയ്യുക പ്രാരംഭ ഭാഗത്ത്, പിന്നെ പറയാണ് സ്തുതിക്കാനുള്ള 7 കാരണങ്ങൾ വേണ്ടേ നമുക്ക് സ്തുതിക്കാൻ. അത് എന്തൊക്കെയാണെന്ന് സംഗീതം വിവരിക്കുക. 4-ാം വാക്യം വായിച്ചാട്ടെ. നോക്കിയേ, ഓരോ വാക്യങ്ങളും ജസ്റ്റ് വായിച്ച് ഞാൻ പോകുന്നുള്ളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ്. 1-ാമത്തെ വാക്യത്തിൽ പറയാ, യഹോവയുടെ വചനം എന്താ, അവന്റെ വചനം നേരുള്ളതാ അല്ലേ, ദൈവത്തിന്റെ വചനം മാറാത്തതാ. അവൻ ഊന്ന് പറഞ്ഞാൽ ഊന്ന് തന്നെയാ. പ്രൈസലോ. നമ്മുടെ വാക്കുകൾ പലപ്പോഴും മാറ്റം സംഭവിക്കും അല്ലേ, പലപ്പോഴും പല സാഹചര്യത്തിന്റെ എന്ത് പറയും, നമ്മുടെ വാക്കല്ലേ മാറാൻ പറ്റുന്നത്. പക്ഷെ അങ്ങനെ ദൈവം ചെയ്തു കഴിഞ്ഞാലോ എന്തായിരിക്കും സ്ഥിതി? യഹോവയോട് പറയാ യഹോവയുടെ വചനം എന്താ, നേരുള്ളത്. അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിന്നെ താങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മെ കൈപ്പിടിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമ്മെ പരിപാലിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രൈസലോ, ആ വാക്ക് എന്താ, ഹല്ലേലൂയ, അത് നേരുള്ളതാ. എന്ത് ചെയ്യാം, നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയും. പിന്നെ പറയാം, അവന്റെ സകല പ്രവൃത്തിയും
എന്താ വിശ്വസ്തയുള്ളത്, അല്ലേ? തന്റെ പ്രവൃത്തികൾ, ദൈവത്തിന്റെ പ്രവൃത്തി എന്താ? വിശ്വസ്തയുള്ളതാ. നമ്മുടെ പ്രവൃത്തികൾ വിശ്വസിക്കണമെന്ന് പറയാൻ കഴിയുമോ? നമ്മുടെ പല പ്രവൃത്തികളും വിശ്വസിക്കാന്ന് ഇനി നമ്മോട് തന്നെയുള്ള പ്രവൃത്തികൾ വിശ്വസികളാണോ? നാം നമ്മോട് തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ അത് ചെയ്യത്തില്ല, ഞാൻ അങ്ങനെ പറയത്തില്ല, ഞാൻ അങ്ങോട്ട് പോകത്തില്ല, ദൈവം ഞാൻ ഇന്നു മുതൽ നിർത്തി, ഇന്നു മുതൽ നമ്മൾ ചെയ്യത്തില്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നിട്ട് ആ വാക്ക് നമ്മൾ പാലിച്ചിട്ടുണ്ടോ? ഇവിടെ പറയാ ദൈവത്തിന്റെ പ്രവൃത്തി എന്താ? അത് വിശ്വസ്തയുള്ളതാ. പിന്നെ 5-ാം വാക്യത്തിൽ പറയാ അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു. ദൈവത്തിന് ഇഷ്ടം എന്താ? നീതി പ്രവർത്തിക്കുക എന്നുള്ളതാ, ന്യായം പ്രവർത്തിക്കുക എന്നുള്ളതാ. പിന്നെ യഹോവയുടെ ദയ കൊണ്ട് എന്ത് ചെയ്യുന്നു? യഹോവയുടെ ദയ കൊണ്ട്, അല്ലേ? അവന്റെ ദയുള്ളതുകൊണ്ടാണ്, അല്ലേ? അവന്റെ കൃപയുള്ളതുകൊണ്ടാണ് നാം മുന്നോട്ട് കടന്നു പോകുന്നത്. നാം ഇവിടെ ആയിരിക്കുന്നത് തന്നെ എന്തല്ല, നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിന്റെ ദയ കൊണ്ടാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം വിവരിക്കുന്നേ. അവന്റെ ദയയെ കുറിച്ച് പറയുന്നത് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവന്റെ ദയ തന്റെ ഭക്തന്മാരോട് അകന്നിരിക്കുന്നു. നോക്കിയേ, ആകാശം ഭൂമിയിൽ നിന്ന് എത്ര ഉയരത്തിലാണ്? നമുക്ക് അളക്കാൻ കഴിയുന്ന ഒന്നാണോ? അത്രയും അധികമാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. ദൈവത്തിന്റെ ദയ നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ പറയാം യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യം ഉളവായി. ഇനി ഉളവാക്കുന്ന എന്താ? ഇതിൽ കൂടെ, ഈ സങ്കീർത്തനം കൂടെ ദൈവത്തിന്റെ യഥാർത്ഥ ദൈവവും ആരെന്നും എങ്ങനെയാ ദൈവം എന്നുള്ളൊക്കെ ഒറ്റ എന്താ പറയുക കമ്പി വാചകത്തിൽ കൂടെ പറഞ്ഞിരിക്കുക. അപ്പൊ നോക്കിയേ, എങ്ങനെയാ ഭൂമി ഉണ്ടായെന്ന് പറഞ്ഞാൽ ഒറ്റ വാചകത്തിൽ കൂടെ പറഞ്ഞിരിക്കുക. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യം ഉളവായി. ദൈവത്തിന്റെ വാക്കുകൾ എന്ത് ചെയ്യാൻ പറ്റും? ഉളവാക്കുവാൻ കഴിയും. നമുക്ക് തോന്നും അത് ഉളവാകത്തില്ലെന്ന്, നമുക്ക് തോന്നും അതിന് സാധ്യതയില്ലെന്ന്, നമുക്ക് തോന്നും ഇനി അതിന് ഒരു മാർഗമില്ലെന്ന്, ഒരു വഴിയുമില്ലെന്ന്. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത അറിയൂ, അവന്റെ വാക്കിനാൽ എന്ത് ചെയ്യാൻ പറ്റും? അത് ഉളവാക്കാൻ കഴിയും. പ്രൈസലോ, അത് നമ്മൾ യഥാർത്ഥമായി വിശ്വസിക്കാൻ കഴിയണം. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? 7-ാം വാക്യം വായിച്ചാട്ടെ. ഇവിടെ സംഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിന് ഒത്തിരി നമുക്ക് മനസ്സിലാക്കാനാണെങ്കിൽ സംഭരിക്കുന്നു എന്ന് നമുക്ക് ചേർത്ത് പറയാം. സംഭരിക്കുന്നു, അല്ലെ? അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. അവൻ ആഴികളെ ഭണ്ഡാരഗ്രഹങ്ങൾ എന്ത് ചെയ്യുന്നു? സംഭരിക്കുന്നു, അല്ലെ? നമുക്ക് തോന്നും നമ്മൾ കൂട്ടിയാ സംഭരിക്കാനോ കൂട്ടാറൊന്നും കഴിയത്തില്ല. പക്ഷെ നമുക്ക് വേണ്ടി കരുതുന്ന ഒരാളുണ്ട്. പ്രൈസലോ, നമ്മൾക്ക് എത്ര പേരെ നമുക്ക് കരുതാൻ കഴിയും? ആർക്കൊക്കെ നമുക്ക് കരുതാൻ കഴിയും? ആർക്കൊക്കെ കൂട്ടി വെക്കാൻ കഴിയും? അല്ലേ? ഇതിനൊക്കെ പരിമിതികളുണ്ട്. ഇതിന്റെ ഉറപ്പ് നമുക്കറിയില്ല. പക്ഷെ നമുക്കൊരു ഉറപ്പുണ്ട്. അവൻ എന്ത് ചെയ്യുന്നു? അവൻ സമുദ്രത്തിലെ വെള്ളത്തിലെ കൂമ്പാരമായി കൂട്ടുന്നവനാ. അവൻ ആഴികളെ ഭണ്ഡാരങ്ങളിൽ എന്ത് ചെയ്യുന്നേ? സംഭരിക്കുന്ന. ഇതിന് നമ്മൾ സ്തുതിക്കാനുള്ള കാരണങ്ങളാ. 7 കൂട്ടം കാര്യങ്ങൾ നേരം പറയാ. അവൻ നേരുള്ളവനാ. പ്രൈസലോ, അവൻ വിശ്വസ്തയുള്ളവനാ, അവൻ നീതിയുള്ളവനാ, അവൻ ന്യായമുള്ളവനാ, അവന്റെ ദയ ഭൂമി നിറഞ്ഞിരിക്കുന്നതാ. പിന്നെ സകലവും ഉളവാക്കുന്നവൻ തന്റെ വചനത്താൽ. പിന്നെ പറയാ വെള്ളത്തെ കുമ്പാരമായി കൂട്ടുന്നു, ആഴികളെ ഭണ്ഡാരഗ്രഹങ്ങളിൽ എന്ത് ചെയ്യുന്നു? സംഭരിക്കുന്നവനാ. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുവാനുള്ള കാരണങ്ങളാ നമുക്ക് ദൈവത്തെ എന്ത് ചെയ്യണം? യഥാർത്ഥമായി സ്തുതിക്കാൻ കഴിയണം. ഇനി അടുത്ത ഭാഗങ്ങളിൽ നോക്കുമ്പോൾ 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നാം ആരെയാണ് സ്തുതിക്കേണ്ടതെന്നുള്ളതാണ്. ആദ്യം നമ്മളെ സ്തുതിക്കാൻ ആഹ്വാനം ചെയ്തു. 2, നമ്മൾ എന്തിനാ സ്തുതിക്കുന്നതെന്ന് കാണിച്ചു തന്നു. പിന്നെ പറയാം നമ്മൾ ആരെയാ സ്തുതിക്കുന്നത്. നമ്മൾ ആരെയാ സ്തുതിക്കുന്നേ? 8-ാം വാക്യം വായിച്ചേ. നാം സ്തുതിക്കുന്നത് ആരെയാ? നമ്മുടെ യഹോവയാ. അതിന് 9-ാം വാക്യം വായിച്ചേ. അത് നോക്കിയേ, നമ്മൾ സ്തുതിക്കുന്ന ആരെയാ? യഹോവയാ. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. ദൈവം അരുളി ചെയ്താൽ പിന്നെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. അവൻ തുറന്നാൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് അടയ്ക്കാൻ കഴിയത്തില്ല. അവൻ അടച്ചാൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, തുടയ്ക്കാൻ കഴിയത്തില്ല. അവൻ കൽപ്പിച്ചു, അങ്ങനെ എന്ത് ചെയ്തു? സ്ഥാപിതമായി. ഇനി 10-ാം വാക്യം വായിച്ചേ. കഴിഞ്ഞ ആഴ്ച സങ്കീർത്തനത്തിൽ പറഞ്ഞ കാര്യമുണ്ട്. യഹോവന്റെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ നോക്കി ജാതികളുടെ ആലോചന എന്ത് ചെയ്തു? നമുക്കെതിരായി, ദൈവത്തിനെതിരായി, ദൈവത്തിന്റെ ചിന്തകൾക്കെതിരായി, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയത്തിനെതിരായി, നമ്മുടെ നിലനിൽപ്പിനെതിരായി ചില ആലോചനകളെ പൊന്തി വരുമ്പോ ദൈവോട് പറയാ, അവൻ എന്ത് ചെയ്യുന്നേ? ആലോചനയെ വ്യർത്ഥമാക്കുന്നു. നമ്മുടെ കഴിവല്ല. ഹല്ലേലൂയ. പിന്നെ പറയാം, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. അല്ലേ? പെരുവെള്ളം എന്റെ നേരെ ഇരച്ചു പൊന്തിയപ്പോ, അവന്റെ കോപം എന്റെ മേലെ ജ്വലിച്ചപ്പോ
പ്രൈസിലോ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞ എന്തുകൊണ്ടാ? അവരെന്റെ പക്ഷത്തുണ്ടായിരുന്നോണ്ടാ. ഇവിടെ നോക്കിയേ, ഈ ദൈവം എന്ത് ചെയ്യുന്നത്? ജാതിയുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. 11 വാക്യം വായിച്ചേ. ദൈവത്തിന്റെ ആലോചന എന്ത് ചെയ്യുന്നേ? കുറച്ച് നാളേക്ക് നടത്തി, എന്റെ ആലോചന ശരിയായില്ല, ഇനി മാറ്റാന്ന് പറയുന്ന സംഗതിയല്ല, അത് ശാശ്വതമായുള്ളതാണ്. പിന്നെ അവൻ പറയാ, തന്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ വിചാരങ്ങളൊക്കെ മാറിപ്പോകും അല്ലേ? നമ്മള് ചിന്തകളും വഴികളൊക്കെ മാറും. എന്നാൽ ദൈവത്തിന്റെ വഴികള് നമ്മുടെ വഴികളെക്കാളും നമ്മുടെ ചിന്തകളെക്കാളും ഉയർന്നു നിൽക്കുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിത്തീരണം. നോക്കിയേ, തന്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കുന്നു. നമുക്ക് തോന്നും ഇത് അടുത്ത തലമുറയിലേക്ക് പോകുമെന്ന്. പക്ഷെ ദൈവം നമ്മോട് പറഞ്ഞ ആ ഹൃദയത്തിന്റെ വിചാരങ്ങൾ എന്ത് ചെയ്യുന്നു പറഞ്ഞേ? അടുത്ത തലമുറയിലേക്ക് ചെല്ലുന്ന, അത് തലമുറ തലമുറയായി നിൽക്കുന്നു എന്നുള്ള അവന്റെ ഹൃദയ വിചാരങ്ങൾ. 12 വാക്യത്തിൽ പറയാ, യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും. ശരിക്കും സംഗീതകാരൻ ഇത് ഇസ്രായേലിനെ കുറിച്ച് പറയുക. യഹോവ ദൈവമായിരിക്കുന്ന ജാതി, അവൻ തനിക്ക് അവകാശമായി തെരഞ്ഞെടുത്തിരിക്കുന്ന ജനവും നമ്മളിലേക്ക് എടുക്കുക. യഹോവ ദൈവമായിരിക്കുന്ന ഭവനമാണെങ്കിൽ, യഹോവ നമ്മെ തെരഞ്ഞെടുത്ത ഒരു കുടുംബമാണെങ്കിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കണേ? അത് ഭാഗ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പുറത്ത് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ആർക്കും കടക്കാൻ കഴിയത്തില്ലെന്ന്. അതുകൊണ്ട് സംഗീതം പറയാ, യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും നമ്മുടെ ജീവിതത്തിൽ ഉറപ്പ്. ഇതുകൊണ്ടാണ് യോശുവ പറഞ്ഞത്, ഞാനും എന്റെ കുടുംബമോ യഹോവയെ സേവിക്കുമെന്ന് പറയാൻ കാരണം എന്താ? മറ്റുള്ളവരെല്ലാം മറ്റതിലേക്ക് കടന്നുപോയപ്പോ അതിന്റെ മധ്യ നിന്ന് പറഞ്ഞു, ഞാൻ പോകത്തില്ല. ആമേൻ. എല്ലാവരും പോകുന്ന ഒഴുക്കിൽ പറയാന്നുള്ളതല്ല, അല്ലെങ്കിൽ കട്ടലിന്റെ മുകളിൽ എഴുതി വെക്കുന്നുള്ളത് കൊണ്ടല്ല. ജീവിതത്തിലെ പ്രതിസന്ധിയിൽ കടന്നു വരുമ്പോൾ, ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളിൽ കടന്നു വരുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം, ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എന്റെ യഹോവയെ സേവിക്കും. അപ്പൊ ഇവിടെ പറയാ, യഹോവ ദൈവമായിരിക്കുന്ന ജാതിയെ നമുക്കൊരു ഉറപ്പ് പ്രാപിക്കണോ? എന്റെ ദൈവം യഹോവയാണെന്ന് പറയണം. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത. നമ്മെ ദൈവം എന്ത് ചെയ്തു? നമ്മെ തെരഞ്ഞെടുത്തതാ അല്ലേ? നമ്മുടെ കഴിവുണ്ടെന്ന് കണ്ടല്ല അല്ലേ? പ്രൈസിലോ, നമ്മെ ദൈവം തെരഞ്ഞെടുത്ത എത്ര ഭാഗ്യമുള്ളവരാ. പലപ്പോഴും നമുക്ക് തോന്നാം നമ്മൾ ഭാഗ്യമുള്ളവരല്ല, നമുക്ക് ഭാഗ്യമില്ലല്ലോ, മറ്റവർക്ക് ആ ഭാഗ്യം ഉണ്ടല്ലോ, ഇവർക്ക് അത് ലഭിച്ചല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ത് ചെയ്യുന്നത്? ദൈവം നമ്മെ തെരഞ്ഞെടുത്തതാ. ദൈവം തെരഞ്ഞെടുത്ത ജനം എന്ത് ചെയ്യുന്നേ? അത് ഭാഗ്യമുള്ളതാണ്. ഹല്ലേലൂയ. ഈ 13, 14, 15 വാക്യം വായിച്ചട്ടെ. ഇവിടെ പറഞ്ഞിരിക്കേട്ടാ, ദൈവത്തെ കുറിച്ച് പറയാ. ദൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ എല്ലാ പ്രവൃത്തികളും കാണുന്നില്ല എന്ന് ചിന്തിക്കണ്ട അല്ലേ? നമുക്ക് ചിലവരെയൊക്കെ മറയ്ക്കാൻ കഴിയേക്കും. പക്ഷെ ഇവിടെ പറയാ, സ്വർഗ്ഗത്തിൽ അവൻ നോക്കുന്നു, മനുഷ്യപുത്രന്മാരെ ഒക്കെ എന്ത് ചെയ്യുന്നു? അവൻ തന്റെ വാസലിന് സർവ്വഭൂവാസികളെ നോക്കുന്നു. അവൻ അവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ മെനഞ്ഞിരിക്കുന്നു. അവരുടെ പ്രവൃത്തികളെ അവൻ, നമ്മുടെ പ്രവൃത്തി എന്താണെന്ന്, നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് കാര്യം നോക്കിക്കൊണ്ടിരിക്കുക. ദൈവം നോക്കുന്നവനാണ്. നമ്മളെ സംരക്ഷിക്കുന്നു, നമ്മളെ സഹായിക്കുന്നു, നമ്മളെ എന്ത് ചെയ്യുന്നു? വിടുവിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ പ്രവൃത്തികളെ എന്ത് ചെയ്യുന്നതിരിക്കുക, നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ദൈവം ആരാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കി നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാനായിരിക്കണം എന്നാണ് സംഗീതനോട് പറയുന്നത്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതിന് ഏറ്റവും ഇനി സംഗീതത്തിലേക്ക് നയിക്കാനായ കാരണമായ വാക്യങ്ങളാണ് 16, 17 വാക്യങ്ങൾ. ഏറ്റവും ശ്രദ്ധേയമായ വാക്യമാണ് ഈ സംഗീതം. നമ്മൾ നോക്കുവാണെങ്കിൽ നടുക്ക് പ്രധാന ഘട്ടം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ മനുഷ്യന്റെ ആശ്രയം, മനുഷ്യന്റെ ശക്തി എത്രത്തോളം ദുർബലമാണ് എന്നാണ് ഈ വാക്യങ്ങൾ. 16, 17 വാക്യങ്ങൾ വായിച്ചു. ഇവിടെ നോക്കിയേ, സൈന്യ ബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നത് നമുക്കറിയാം. ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഓരോ രാജ്യത്തിന്റെയും ശക്തി എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ സൈന്യമാണ് അല്ലേ? പണ്ട് കാലത്ത് തന്നെ അവരുടെ കൂടെയുള്ള കാലാൽ പടയും പിന്നെ എന്ത് ചെയ്യുന്നത്, അവരെ കുതിരകളും അവരുടെ ശക്തിയുള്ള ആൾക്കാരൊക്കെയാണ് ആ സൈന്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലേ? പക്ഷെ ഇവിടെ ദൈവം നമ്മോട് പറയുക, സൈന്യ ബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നുമില്ല, ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു. നോക്കിയേ, നമ്മൾ പലപ്പോഴും തോൽവി സംഭവിക്കുമ്പോൾ നമുക്ക് തോന്നാറില്ലേ,
നമ്മൾ ജയിക്കണമെങ്കിൽ ഇന്നത് വേണമായിരുന്നു. എനിക്ക് കുതിര ഉണ്ടെങ്കിലേ മാത്രം ജയിക്കാൻ പറ്റുള്ളൂ അല്ലേ? എനിക്ക് കുറച്ച് പേരുണ്ടെങ്കിൽ ഞാൻ തോക്കാൻ കാരണം എന്തില്ലാത്തതുകൊണ്ടാ എനിക്ക് ഈ കുതിര. ഞാൻ അങ്ങനെ എടുക്കുന്ന നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് എടുക്കണം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തോറ്റു പോകുമ്പോൾ നമ്മളിൽ വരുന്ന ചോദ്യം എന്നറിയോ, അതെനിക്കുണ്ടായിരുന്നെങ്കിൽ, ഇതെനിക്കുണ്ടായിരുന്നെങ്കിൽ എന്നാണ്. പക്ഷെ ഇവിടെ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, ജയത്തിന് കുതിര വേണ്ട ജയിക്കണമെങ്കിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾക്ക് ഈ ഒരു ചിന്ത എന്നെ വളരെയധികം ടച്ച് ചെയ്യാനായി തീർന്നു. എനിക്കറിയില്ല എനിക്ക് എങ്ങനെ നിങ്ങളിലേക്ക് അത് തരുവാൻ കഴിയുന്നു എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ നോക്കുവാണെങ്കിൽ 1-2 പേര് ഉദാഹരണം എടുക്കാം. ദാവീദിനെ നമ്മൾ എടുക്കുവാണെങ്കിൽ, ദാവീദ് നമ്മൾ നേരത്തെ കണ്ടൂലേ, പുറം ഇങ്ങനെ മാറ്റി നിർത്തിയവനാണ് ദാവീദ്. താൻ ഗോലിയാത്തിന്റെ മുന്നിൽ ചെന്നപ്പോ എങ്ങനെയായിരുന്നു? ആമേൻ. ജയത്തിന് കുതിര വ്യർത്ഥമാണെന്ന് അതിൽ കാണാൻ പറ്റും. സൈന്യ ബഹുത്വത്താലല്ല ജയം പ്രാപിക്കുന്നത്. ദാവീദിന് അവിടെ ചെല്ലാൻ കഴിഞ്ഞത് എന്താ അറിയോ? അവന്റെ കാഴ്ചയിൽ വലിയ കാര്യമൊന്നും ദാവീദിനെ കാണാനില്ല. പക്ഷെ അവന്റെ അകത്തുള്ള, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുവാനായി തീർന്നു, അകത്തുള്ള ആത്മാവാണ് അവൻ എന്ത് ചെയ്തേ? അവനെ ബലപ്പെടുത്തിയത് അല്ലേ? ഇതാണ് ഇവിടെ സംഗീതകാരൻ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുതിരയുടെ ശക്തിയല്ലെന്നേ, പ്രൈസ് ദി ലോർഡ്, നമുക്ക് അകത്ത് വസിക്കുന്നവന്റെ ശക്തിയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ദാവീദിന് ഈ ഗോലിയാത്തിനെ നേരെ ചെല്ലാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാ? അവന്റെ അകത്ത് വസിക്കുന്ന ദൈവത്തിന് ആത്മാവുണ്ടാ. ശിംശോനെ കുറിച്ച് നമ്മൾ കേട്ടൂലേ കഴിഞ്ഞ ദിവസങ്ങളില്? ശിംശോനെ കുറിച്ച് കേട്ടത് നമ്മൾ എന്തായിരുന്നു? തന്നെ കാണാനും വലിയ പ്രത്യേകതകളൊന്നുമില്ല. തന്നെ വലിയ, നമ്മൾ വിചാരിക്കും ഗോലിയാത്തിനെ പോലെ വലിയ ശക്തനായ മനുഷ്യനാണെന്ന്. അത്രയൊന്നും വലിയ മനുഷ്യനൊന്നുമല്ല, സാധാ മനുഷ്യനാണ് അല്ലേ? പക്ഷെ തന്റെ അകത്ത് വസിക്കുന്ന ആത്മാവാണ് എന്ത് ചെയ്തേ? തന്നെ ബലപ്പെടുത്തു പറയണേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടു എന്ന് തോന്നുമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, പലയിടങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു എന്ന് തോന്നുമെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, കുതിര കൊണ്ടല്ല നമ്മൾ ജയം പ്രാപിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഈ ദൈവത്തിലെ ആശ്രയം കൊണ്ടാണ്, നമ്മുടെ അകത്തുള്ള ആത്മാവിനാണ് നമ്മൾ ജയം പ്രാപിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. പിന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കാണാൻ, ഈ ചെങ്കടലിന്റെ സമയത്ത് ഫറവോനും സൈന്യം എന്ത് ചെയ്തു? രഥങ്ങൾ കുതിരകളായി കടന്നു വന്നു. പക്ഷെ എന്ത് സംഭവിച്ചേ? ആ ചെങ്കടൽ അവരെന്ത് ചെയ്തു? മുങ്ങിപ്പോകാണ്ടായിരുന്നു. പക്ഷെ കുതിരകളും രഥങ്ങളും ഇല്ലാത്ത പാവം കാലാൾ പടയ എന്ത് ചെയ്തു? ആ ചെങ്കടലിനെ കടന്നു പോകാണ്ടായിരുന്നു. ജയത്തിന് എന്ത് വേണം ആവശ്യമില്ല, കുതിരയും രഥമൊന്നും ആവശ്യമില്ലെന്നേ. ഹല്ലേലൂയ. ഗിദിയോനെ നേരെ യുദ്ധത്തിന് കടന്നു വന്നപ്പോൾ ഗിദിയോൻ എന്ത് ചെയ്തേ? ഫിൽട്ടർ ചെയ്തിട്ട് 300 പേര് മാത്രം വന്നാണ് എന്ന് പറഞ്ഞു അല്ലേ? അത്ര മതി. ഈ ആൾക്കാരുടെ പെരുപ്പത്തിലല്ല ജയം സംഭവിക്കുന്നത്. ഇതേ നമ്മുടെ കൂടെയുള്ളവന്റെ പ്രത്യേകതയാണ്. ഹല്ലേലൂയ. എലീശ കർത്താവിനോട് അപേക്ഷിക്കും നമുക്ക് കാണുവാൻ കഴിയൂലേ? അവന്റെ കണ്ണും നീണം തുറക്കണേന്നല്ലേ? തന്റെ കൂടെയുള്ള സൈന്യത്തെ കാണാൻ വേണ്ടിയല്ലേ? അവർ 2 പേരും അവിടെ ഉള്ളൂ. പക്ഷേ ഇവിടെ നോക്കിയേ, നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല നമുക്ക് ജയം നൽകുന്നേ. ചുറ്റുപാടുള്ളവർ നോക്കി, ദാവീദ് അവൻ ചോട്ട പുള്ളിയാണ് അല്ലെ? അവനെ കാണാൻ വലിയ പ്രത്യേകതയൊന്നുമില്ല. പക്ഷെ അകത്ത് ആരുണ്ടെന്നുള്ളത് ആർക്കറിയുന്നില്ല. ഈ പരിഹസിക്കുന്നവർക്ക് അറിയത്തില്ല, നമ്മളെ നിന്ദിക്കുന്നവർക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. നമ്മളെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നവർക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. യഥാർത്ഥമായി നമ്മുടെ അകത്തുള്ളവനെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി കൂടെ നമ്മൾ കടന്നു പോയാലും ഈ ഒരു 2 വാക്യങ്ങൾ നമ്മളെ സഹായിക്കും. നമുക്ക് ജയം നൽകുന്നത് എന്തല്ല? നമ്മുടെ കഴിവല്ല, നമ്മുടെ പ്ലാനുകളല്ല, നമ്മുടെ പദ്ധതികളല്ല, നമ്മൾ ഇന്ന ഐഡിയയിൽ പോയത് കൊണ്ടല്ല. എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ ദൈവം നമ്മളിൽ വസിക്കുന്നതുകൊണ്ടാന്നുള്ള ഉത്തമമായ ബോധ്യം സംഗീതം നമുക്ക് തരികയാണ്. തുടർന്നുള്ള വാക്യങ്ങളിൽ 18 മുതൽ 22 വരെ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആമേൻ. നോക്കിയേ, യഹോവയുടെ ദൃഷ്ടി തന്റെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലുണ്ടെന്ന്. പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് എന്റെ ദൈവം കാണുന്നില്ലെന്ന്. നമ്മ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ ഇവിടെ സംഗീതകാരൻ നമ്മോട് പറയാം, യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി കടന്ന ദൈവമേ എന്നെ സഹായിക്കണേ, എനിക്ക് ഒരു ദയ വേണേ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രത്യാശിക്കുന്നുവെങ്കിൽ എന്താ പറയാ? തന്റെ ഭക്തന്മാർ തന്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. 19 വാക്യം പറയാ. ആമേൻ. നോക്കി, അവരുടെ മരണത്തിൽ നിന്ന് അവൻ വിടിവിക്കുന്നു. ക്ഷാമത്തിൽ, ജീവിതത്തിലെ ഘട്ടങ്ങളിൽ ക്ഷാമം കടന്നു വരൂലേ? അനവധി മേഖലകൾ കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയാ, ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിക്കും. ഹല്ലേലൂയ. നമ്മെ കാണുന്ന ഒരുവനാ നമ്മുടെ ദൈവം. നമ്മ ചുമ്മാതെ സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞ് 10 സ്തോത്രം പറയാ പോരാന്ന് പറയുമ്പോൾ പറയേണ്ട സംഗതിയല്ല.
ഹല്ലേലൂയ. യഥാർത്ഥമായി ദൈവത്തിനെ നമ്മുടെ ഉള്ളിനകത്ത് മനസ്സിലാക്കണം. നമ്മൾ എന്തിനാ ദൈവത്തെ സ്തുതിക്കുന്നത്, എന്തിനാ ദൈവത്തിന് നന്ദി കരയണമെന്ന് യഥാർത്ഥമായ ഉള്ളിലേക്ക് കടന്നു വരണം. ആ ഒരു താരതമ്യമാണ് സംഗീതക്കാരൻ അവിടെ ചെയ്യുന്നത്. 20-ാം വാക്യം വായിച്ചേ. ആ, നമ്മുടെ യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ ഇവിടെ പറയാ, നമുക്ക് സഹായിക്കാൻ ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാടുള്ളത് ആരും ഇല്ലെന്ന് വന്നേക്കാം, പക്ഷെ അവൻ എന്റെ സഹായമാണ്. ഹല്ലേലൂയ. എന്റെ പരിചയ ശത്രുവിന്റെ അമ്പുകൾ തകർക്കുവാൻ നമ്മുടെ നേരെ എയ്യുമ്പോ ഹല്ലേലൂയ പറയാ, യഹോവന്റെ പരിചയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നതല്ല, ഹല്ലേലൂയ, അവൻ നിർത്തിയതാ. ഹല്ലേലൂയ. സംഗീതത്തിൽ അതുപോലെ പറഞ്ഞേ, ഞാൻ എന്റെ കാലുകൾ ഏകദേശം വഴുതിപ്പോയി അല്ലേ. പ്രൈസ് ദി ലോർഡ്. അവൻ എന്നെ പിടിച്ചെന്ത് ചെയ്തു, പാറമേൽ നിർത്തി, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. അപ്പൊ പറയാ, യഹോവയെ കാത്തിരിക്കുന്നവർക്ക് അവൻ നമ്മുടെ സഹായവും നമ്മുടെ പരിചയമാകുന്നു. 20-ാം വാക്യം വായിച്ചേ. സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ, ഘോഷിച്ചുല്ലസിക്കാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ആശ്രയം എവിടെ കിടന്നു വരണം? നമ്മൾ ഇപ്പോഴും മനുഷ്യന്റെ ബലത്തിലേക്കും മനുഷ്യന്റെ ഭൗതികമായ ചില ഇതിലേക്ക് നമ്മൾ കടന്നു പോകുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കാൻ കഴിയത്തില്ലെന്നേ. യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കണമെങ്കിൽ നമ്മുടെ ആശ്രയം എവിടെയായിരിക്കണം? ഇത് നമ്മുടെ ഉള്ളിൽ ഉറപ്പുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ. പഴയ നിയമ നമ്മുടെ പിതാക്കന്മാരെ കുറിച്ചൊക്കെ നോക്കുവാണെങ്കിൽ കാണാൻ കഴിയും, കഷ്ടതയിലും പ്രയാസത്തിലും പട്ടിണിയിലും നിന്നതിലും പരിഹാസത്തിലും ബുദ്ധിമുട്ടുകളിലും പ്രൈസിലോ അവരെല്ലാം കടന്നു വന്ന് അവർ ഒരുമിച്ച് ചേരുമ്പോൾ സന്തോഷിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? അവിടെ ആശ്രയം ആരിലായതുകൊണ്ടാണ്? ദൈവത്തിലുള്ളതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഏത് ഘട്ടങ്ങളിലും നമ്മുടെ ആശ്രയം അവനിലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സന്തോഷിക്കാൻ കഴിയും. അല്ലാണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറി നമ്മൾ ഭയങ്കര ഹാപ്പി ആയതുകൊണ്ട് സന്തോഷിക്കുന്നതല്ല, നമ്മുടെ ആശ്രയം അവനിലായതുകൊണ്ട് നമ്മൾ സന്തോഷിക്കുന്നതാണ്. 22-ാം വാക്യം പറയാ, യഹോവേ നമ്മുടെ പ്രത്യാശ ആരിലായിരിക്കണം? ദൈവത്തിലായിരിക്കണം. യഥാർത്ഥമായി നമ്മുടെ പ്രത്യാശ കൊടുക്കുവാൻ, നമ്മുടെ ആശ്രയം അവനിൽ വയ്ക്കുവാൻ, ഹല്ലേലൂയ, നമ്മളെ ആശ്രയിക്കുന്നുവെങ്കിൽ നമ്മെ കരുതുന്ന ദൈവമാണ്. സംഗീതക്കാരൻ നമ്മളോട് വരച്ചു കാണിക്കുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നാം പലപ്പോഴും മനുഷ്യന്റെ ശക്തിയിലേക്ക് ആശ്രയിക്കുന്നു, ഭൗമികമായ ചില മാർഗങ്ങളിലേക്ക് ആശ്രയിക്കുന്നു. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം മനുഷ്യനോട് കമ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷെ നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയ താരതമ്യം നടത്തിയിരിക്കുക. നമ്മുടെ ആശ്രയം എവിടേക്കായിരിക്കണം? ദൈവത്തിൽ ആശ്രയിക്കണം. നമുക്ക് ജയം തരുന്നത് കുതിരയും സൈന്യമൊന്നുമല്ല, അല്ലെങ്കിൽ നമ്മുടെ ബലമൊന്നുമല്ല, നമ്മുടെ കൂടെയുള്ളവരുടെ അംഗബലമൊന്നുമല്ല. പ്രൈസിലോ, ദൈവം നമ്മുടെ കൂടെയുള്ളതുകൊണ്ടാണ്. ഈ ഉറപ്പോടെ നമ്മളെ ആശ്രയിച്ച് മുന്നോട്ട് കടന്നു പോകാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഗതി ഞാൻ വിരമിക്കുന്നു.